PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 21 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ തലേന്ന് എത്ര പേർക്കാണ് രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത്? 5 പേർക്ക്. 77ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് എത്ര പേർക്കാണ് രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത്? 5 പേർക്ക്. VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം, ധർമ്മേന്ദ്ര എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇതിൽ 4 പേരും മലയാളികളാണ്. VSനും ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം, ധർമ്മേന്ദ്ര എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇതിൽ 4 പേരും മലയാളികളാണ്. VSനും ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ക്ലാസിക്കൽ വയലിനിസ്റ്റായ N രാജം എറണാകുളത്താണ് ജനിച്ചത്. UPയുടെ പട്ടികയിലാണ് അവർക്ക് ബഹുമതി ലഭിച്ചത് കേട്ടോ. അപ്പോൾ ക്ലാസിക്കൽ വയലിനിസ്റ്റായ N രാജം എറണാകുളത്താണ് ജനിച്ചത്. അദ്ദേഹം എന്താണ്? വയലിനിസ്റ്റാണ് കേട്ടോ. UPയുടെ പട്ടികയിലാണ് അവർക്ക് ബഹുമതി ലഭിച്ചത്. നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരുൾപ്പെടെ 13 പേർ പത്മഭൂഷൺ അർഹനായി. നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരുൾപ്പെടെ 13 പേര് പത്മഭൂഷണ് അർഹനായി. കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലകയിൽ G ദേവകിയമ്മ എന്നിവരുൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. അപ്പോൾ കലാമണ്ഡലം വിമല മേനോനും കൊല്ലകയിൽ G ദേവകിയമ്മ എന്നിവരുൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. ആകെ 131 പത്മ ബഹുമതികളാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ പത്മവിഭൂഷണും പത്മവിഭൂഷണും എല്ലാം കൂട്ടിയിട്ട് ആകെ 131 പത്മ ബഹുമതികളാണ് പ്രഖ്യാപിച്ചത്. 2026 ജനുവരി 27-ന് ഇന്ത്യയും ഏത് ആഗോള സംഘടനയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചയാണ് പൂർത്തിയായത്? യൂറോപ്യൻ യൂണിയൻ. 2026 ജനുവരി 27-ന് ഇന്ത്യയും ഏത് ആഗോള സംഘടനയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചയാണ് പൂർത്തിയായത്? യൂറോപ്യൻ യൂണിയൻ. ലോകത്ത് ഇതുവരെ ഒപ്പുവെച്ച എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വണ്ടർ ലൈനെയും ധാരണാപത്രത്തെ വിശേഷിപ്പിച്ചത്. ലോകത്ത് ഇതുവരെ ഒപ്പുവെച്ച എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വണ്ടർ ലൈനും ധാരണാപത്രത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ 2ാം സ്ഥാനത്തുള്ള യൂറോപ്യൻ യൂണിയനും 4ാം സ്ഥാനത്തുള്ള ഇന്ത്യയും തമ്മിലുള്ള കരാർ സുപ്രധാനമാണ്. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് EU. ഓക്കെ, അപ്പോൾ 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് EU ട്ടോ. യൂറോപ്യൻ യൂണിയൻ, അതാണ് EUവിൻ്റെ ഷോർട്ട് ഫോം. ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ 2ാം സ്ഥാനത്തുള്ള യൂറോപ്യൻ യൂണിയനും 4ാം സ്ഥാനത്തുള്ള ഇന്ത്യയും തമ്മിലുള്ള കരാർ സുപ്രധാനമാണ്. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് EU. അംഗരാജ്യങ്ങളുടെയും യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെയും അംഗീകാരം നേടിയ ശേഷം 2026 അവസാനത്തോടെ കരാറിൽ ഒപ്പുവയ്ക്കും. അപ്പോൾ അംഗരാജ്യങ്ങളുടെയും യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെയും അംഗീകാരം നേടിയ ശേഷം 2026 അവസാനത്തോടെ കരാറിൽ ഒപ്പുവയ്ക്കും. വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചർച്ച ആരംഭിച്ചത് 2007-ലാണ് കേട്ടോ. അപ്പോൾ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചർച്ച ആരംഭിച്ചത് 2007-ലാണ്. EUവിൻ്റെ ആദ്യ രൂപമായ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിസ്റ്റുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. EUവിൻ്റെ ആദ്യ രൂപമായ യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? കാക്കിനഡ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? കാക്കിനഡ, ആന്ധ്രാപ്രദേശ്. ഗതാഗത കുരുക്കിൽ ലോകത്തെ നഗരങ്ങളുടെ ഇടയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. അപ്പോൾ എന്താ പറയുന്നത്? ഗതാഗത കുരുക്കിൽ ലോകത്തെ നഗരങ്ങളുടെ ഇടയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ നഗരമാണ് മുന്നിൽ. ഡബ്ലിനാണ് 3ാമത്, അയർലാൻഡിലെ. അപ്പോൾ മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ നഗരമാണ് മുന്നിൽ. ഡബ്ലിനാണ് അയർലാൻഡ്, അതായത് അയർലാൻഡിലെ ഡബ്ലിനാണ് 3ാമത്. നെതർലാൻഡ്സിലെ ലൊക്കേഷൻ ടെക്നോളജി സ്ഥാപനമായ ടോം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. അപ്പോൾ നെതർലാൻഡ്സിലെ ലൊക്കേഷൻ ടെക്നോളജി സ്ഥാപനമായ ടോം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. ഇന്ത്യൻ റെയിൽവേ ആദ്യമായി ഹ്യൂമനോയിഡ് AI റോബോട്ടിനെ അവതരിപ്പിച്ചത് എവിടെയാണ്? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് ഹ്യൂമനോയിഡ് AI റോബോട്ടിനെ അവതരിപ്പിച്ചത് എവിടെയാണ്? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ, ആന്ധ്രാപ്രദേശ്. ASC അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി കമ്പോണൻറ്റ്
അർജുൻ എന്നാണ് റോബോട്ടിൻ്റെ പേര്. ASC അർജുൻ എന്നാണ് റോബോട്ടിൻ്റെ പേര്. റെയിൽവേ സംരക്ഷണ സേനയുടെ ആധുനീകരണത്തിൻ്റെ ഭാഗമായാണ് റോബോട്ടിനെ അവതരിപ്പിച്ചത്. അപ്പോൾ റെയിൽവേ സംരക്ഷണ സേനയുടെ ആധുനീകരണത്തിൻ്റെ ഭാഗമായാണ് റോബോട്ടിനെ അവതരിപ്പിച്ചത്. തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച ഏകാംഗ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ മുൻ ഹൈക്കോടതി ജഡ്ജി അടുത്തിടെ അന്തരിച്ചു. പേര് ജസ്റ്റിസ് ഗിരിജഗൻ. തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച ഏകാംഗ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ മുൻ ഹൈക്കോടതി ജഡ്ജി അടുത്തിടെ അന്തരിച്ചു. പേര് ജസ്റ്റിസ് ഗിരിജഗൻ. ഇനി ചെറിയൊരു നിയമപരമായ പ്രാണി എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് നോക്കാം. നിയമപരമായ പ്രാണി. ലോകത്ത് ആദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത് ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. ലോകത്ത് ആദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത് ആരാണ്? ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. പെറുവിലെ സാറ്റിപ്പോ, നൗറ്റ എന്നീ മുനിസിപ്പാലിറ്റികളാണ് നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള തേനീച്ചകളുടെ അവകാശത്തിന് നിയമപരമായ പരിരക്ഷ നൽകിയത്. പെറുവിലെ സാറ്റിപ്പോസ്, നൗറ്റ എന്നീ മുനിസിപ്പാലിറ്റികളാണ് നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള തേനീച്ചകളുടെ അവകാശത്തിന് നിയമപരമായ പരിരക്ഷ നൽകിയത്. നെക്സ്റ്റ് പോയിന്റ്, ആഗോള സംഘർഷ പരിഹാര വേദിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമിതി ബോർഡ് ഓഫ് പീസ്. ആഗോള സംഘർഷ പരിഹാര വേദിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമിതിയാണ് ബോർഡ് ഓഫ് പീസ്. സ്വിറ്റ്സർലൻഡിലെ ദാവോയിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദിയിലാണ് സമിതിയുടെ പ്രമാണരേഖ ട്രംപ് പുറത്തിറക്കിയത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ദാവോയിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദിയിലാണ് സമിതിയുടെ പ്രമാണരേഖ ട്രംപ് പുറത്തിറക്കിയത്. ഗാസയിൽ സുസ്ഥിര സമാധാനം സൃഷ്ടിക്കുക എന്നതാണ് സമിതിയുടെ ആദ്യ ലക്ഷ്യം. അപ്പോൾ ഗാസയിൽ സുസ്ഥിര സമാധാനം സൃഷ്ടിക്കുക എന്നതാണ് സമിതിയുടെ ആദ്യ ലക്ഷ്യം. ട്രംപാണ് സമിതിയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ഓക്കെ, അപ്പോൾ ട്രംപാണ് സമിതിയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ഔദ്യോഗിക മുദ്രയും പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ഹംഗറി, അർജന്റീന, സൗദി അറേബ്യ, പാകിസ്ഥാൻ തുടങ്ങി 19ഓളം രാജ്യങ്ങൾ പ്രമാണരേഖയിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഏതൊക്കെയാണ്? ഹംഗറി, അർജന്റീന, സൗദി അറേബ്യ, പാകിസ്ഥാൻ തുടങ്ങി 19ഓളം രാജ്യങ്ങൾ പ്രമാണരേഖയിൽ ഒപ്പുവെച്ചു. 35 രാജ്യങ്ങൾ സമിതിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ബോർഡിൽ സ്ഥിരാംഗത്വം ലഭിക്കണമെങ്കിൽ ആ രാജ്യം $100 കോടി, ഏകദേശം 9,000 കോടി രൂപ നൽകണം. ഈ തുക ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഏത് കവിയുടെ ആത്മകഥയാണ് അവിരാമം? കെ സച്ചിദാനന്ദൻ. ഏത് കവിയുടെ ആത്മകഥയാണ് അവിരാമം? കെ സച്ചിദാനന്ദൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി അവ ലോകത്തെ അറിയിച്ച മാധ്യമപ്രവർത്തകൻ അന്തരിച്ചു. പേര് മാർക്ക് ടുളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി അവ ലോകത്തെ അറിയിച്ച മാധ്യമപ്രവർത്തകൻ അന്തരിച്ചു. പേര് മാർക്ക് ടുളി. 22 വർഷം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ഡൽഹി പ്രതിനിധിയായിരുന്നു ഇദ്ദേഹം. ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അടിയന്തരാവസ്ഥ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെ വധം, അതേ തുടർന്നുള്ള സിഖ് വിരുദ്ധ കലാപം, രാജീവ് ഗാന്ധി വധം തുടങ്ങിയവ ലോകത്തെ അറിയിച്ചു. ഇദ്ദേഹമാണ് കേട്ടോ. 1935 കൊൽക്കത്തയിൽ ജനിച്ച് ബ്രിട്ടനിൽ വളർന്ന ടുളി ഇന്ത്യയാണ് വീടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം ഉപേക്ഷിച്ചുമില്ല. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രഭു പദവിയും ഇന്ത്യയുടെ പത്മഭൂഷണും നേടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, 22 വർഷം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ ഡൽഹി പ്രതിനിധിയായിരുന്നു ഇദ്ദേഹം. ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അടിയന്തരാവസ്ഥ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെ വധം, അതേ തുടർന്നുള്ള സിഖ് വിരുദ്ധ കലാപം, രാജീവ് ഗാന്ധി വധം തുടങ്ങിയവ ലോകത്തെ അറിയിച്ചു. 1935 കൊൽക്കത്തയിൽ ജനിച്ച് ബ്രിട്ടനിൽ വളർന്ന ടുളി ഇന്ത്യയാണ് വീടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം ഉപേക്ഷിച്ചുമില്ല. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രഭു പദവിയും ഇന്ത്യയുടെ പത്മഭൂഷണും നേടി. നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ ഇൻ സ്ലോ മോഷൻ ജീവിത പങ്കാളി ഗില്ലിയൻ റൈറ്റുമായി ചേർന്ന് രചിച്ചതാണ്. ദി ഹാർട്ട് ഓഫ് ഇന്ത്യ, അമൃത്സർ, മിസിസ് ഗാന്ധീസ് ലാസ്റ്റ് ബാറ്റിൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. അപ്പോൾ നോ ഫുൾ സ്റ്റോപ്സ് ഇൻ ഇന്ത്യ ഇൻ സ്ലോ മോഷൻ ജീവിത പങ്കാളി ഗില്ലിയൻ റൈറ്റുമായിട്ട് ചേർന്ന് എഴുതിയ കൃതിയാണ് അത് കേട്ടോ. ദി ഹാർട്ട് ഓഫ് ഇന്ത്യ, അമൃത്സർ, മിസിസ് ഗാന്ധീസ് ലാസ്റ്റ് ബാറ്റിൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. അടുത്തിടെ അന്തരിച്ച IS ബൃന്ദ്ര ഏത് കായിക സംഘടനയുടെ മുൻ അധ്യക്ഷനാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI.
അടുത്തിടെ അന്തരിച്ച IS ബിന്ദ്ര ഏത് കായിക സംഘടനയുടെ മുൻ അധ്യക്ഷനാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI. പരിസ്ഥിതി നൊബേൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് നേടിയ അമേരിക്കൻ ഇവല്യൂഷണറി ബയോളജിസ്റ്റ് ഡോക്ടർ ടോബി കിയോൾസ്. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 നേടിയ അമേരിക്കൻ ഇവല്യൂഷണറി ബയോളജിസ്റ്റാണ് ഡോക്ടർ ടോബി ക്രിയേറ്റ്സ്. ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് സമ്മാനം. അപ്പോൾ ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് സമ്മാനം. 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ഡോക്ടർ ടെന്നി തോമസ് കേട്ടോ. പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ഡോക്ടർ ടെസ്സി തോമസ് ആണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ഡോക്ടർ ടെസ്സി തോമസ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സംഭാവനകളെ ആദരിച്ച് ശാസ്ത്ര സാങ്കേതിക വകുപ്പും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലറും ചേർന്ന് നൽകുന്നതാണ് ഈ പുരസ്കാരം. സമ്മാനത്തുക 2 ലക്ഷം രൂപയാണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ടെസ്സി DRDO മുൻ ഡയറക്ടർ ജനറലാണ് കേട്ടോ. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സംഭാവനകളെ ആദരിച്ച് ശാസ്ത്ര സാങ്കേതിക വകുപ്പും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലറും ചേർന്ന് നൽകുന്നതാണ് പുരസ്കാരം. സമ്മാനത്തുക 2 ലക്ഷം രൂപ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ടെസ്സി DRDO മുൻ ഡയറക്ടർ ജനറലാണ്. ഏത് സംസ്ഥാനത്താണ് അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയായി പരിഷ്കരിച്ചത്? മിസോറാം. ഏത് സംസ്ഥാനത്താണ് അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയായിട്ട് പരിഷ്കരിച്ചത്? മിസോറാം. ഹൈസ്കൂൾ ക്ലാസ് വരെയുള്ളവരുടെ മാറ്റം 2027-28 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകൾ വരെയുള്ളവരുടെ മാറ്റം, ഈ മാറ്റം അതായത് അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ളത് 2027-28 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരിക്കെ കഴിഞ്ഞ ജനുവരി 28 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതാര്? അജിത് പവാർ. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരിക്കെ കഴിഞ്ഞ ജനുവരി 28 വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതാര്? അജിത് പവാർ. ബാരാമതിയിലെ എയർ സ്ട്രിപ്പിൽ ഉണ്ടായ അപകടത്തിൽ അദ്ദേഹം ഉൾപ്പെടെ 5 പേർ മരിച്ചു. ബാരാമതിയിലെ എയർ സ്ട്രിപ്പിൽ ഉണ്ടായ അപകടത്തിൽ അദ്ദേഹം ഉൾപ്പെടെ 5 പേർ മരിച്ചു. 6 പ്രാവശ്യം ഉപമുഖ്യമന്ത്രി പദവി വഹിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ 6 പ്രാവശ്യം ഇദ്ദേഹം ഉപമുഖ്യമന്ത്രി പദവി വഹിച്ചിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്നു മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ, അതായത് തൊഴിൽ വാർത്തയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളത്. അത് വൈകാതെ എത്രയും പെട്ടെന്ന് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.